ഇലക്ഷൻ പ്രഖ്യാപനം വന്ന് ഒരു ദിവസമാവുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസിൽ കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ പലയിടത്തും പൊട്ടലും ചിറ്റലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പരസ്യമായി ഇത്ര വലിയ രീതിയിലേക്ക് ഉണ്ടാകുന്നത് വലിയ തരത്തിൽ പാർട്ടി നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം എപ്പോഴെല്ലാം പ്രഖ്യാപിക്കുന്നുണ്ടോ അതിനിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അല്ല വലിയ തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വരുമ്പോഴും എപ്പോഴും ഉണ്ടാകുന്നത് കോൺഗ്രസിൽ പൊട്ടിത്തെറികളുടെ കാര്യം സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. ഇതിൽ പലപ്പോഴും ഈ നമ്മൾ കേന്ദ്രത്തിലൊക്കെ നോക്കുമ്പോൾ തലകറക്കം ഉണ്ടാകുന്നവരുണ്ട്, തലയിറങ്ങി വീഴുന്നവരുണ്ട്, തറയ്ക്കിടന്ന് ഉരുളുന്നവരുണ്ട്. അങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്നത് സ്ഥിരമായി ഉണ്ടാകുമ്പോഴും കേരളത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടാകാറുള്ളത് പതിവാണ്. പക്ഷേ ഇപ്പോഴിതാ കൃത്യമായി കോൺഗ്രസ് ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ വലിയ തരത്തിൽ വീണ്ടും പൊട്ടിത്തെറികളും രാജിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടരാജി തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥി ഇടത്തെ ചൊല്ലി കോൺഗ്രസ് ഘടകത്തിൽ പൊട്ടിത്തെറി രൂക്ഷമാവുകയും അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ 50-ലധികം ആളുകൾ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവരും അണികളും അടക്കമുള്ളവർ പാർട്ടി വിടുകയും ചെയ്തിരിക്കുകയാണ്. തീരദേശ മേഖലയായ കോവളം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം, ഹാർബർ, പോർട്ട് എന്നീ സുപ്രധാന വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്നു വന്ന കടുത്ത പ്രതിഷേധമാണ് ഈ കൂട്ടരാജിയിൽ കലാശിരിക്കുന്നത്. പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് മണ്ഡലം MLA ആയ എം വിൻസെന്റ് ഏകപക്ഷീയമായി തന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതാണ് ഇതിനൊരു കാരണമായി ഇവർ പറയുന്നത്. ഈ ഒരു അപ്രതീക്ഷിത കൂട്ടരാജിയിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിഴിഞ്ഞം, അതുപോലെ ഹാർബർ, പോർട്ട് വാർഡുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാജിവെച്ചവർ ഉയർത്തുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരവുമാണ്. വർഷങ്ങളായി മണ്ണിൽ പണിയെടുക്കുകയും അതുപോലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് വിജയസാധ്യതയെ തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇവരുടെ പ്രധാന വാദം. ഞങ്ങൾ വർഷങ്ങളായി മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്ഥാനാർത്ഥികളാണ് വിജയസാധ്യത ഉള്ളതെന്നും ആരാണ് ഞങ്ങൾ അംഗീകരിക്കുമെന്നും ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നാൽ മണ്ഡലം MLA താല്പര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരിഗണിക്കപ്പെട്ടതെന്നാണ് ഈ ആരോപണ വിധേയരായി രാജിവെച്ചവരെല്ലാം പറയുന്നത്. ഒരു രാജിവെച്ച നേതാവ് രോഷത്തോടെ പ്രതികരിച്ചതും ഇത്തരത്തിലാണ്. പാർട്ടിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുന്നവരെ തഴഞ്ഞ് കേവലം ഗ്രൂപ്പ് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി സ്ഥാനാർത്ഥികളെ നിർത്തിയ ഈ നടപടി പാർട്ടിക്ക് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തന്നെ വിരുദ്ധമാണെന്നുള്ള അഭിപ്രായങ്ങളും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമാണ് വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസ് നേതൃത്വം BJPക്ക് എളുപ്പത്തിൽ വിജയം നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 3 വാർഡുകളിലും കോൺഗ്രസ് പരാജയപ്പെടുകയും BJPക്ക് അപ്രതീക്ഷിത വിജയം ലഭിക്കുകയും ചെയ്യുമെന്നും ഇത് BJPയുമായി സന്ധി ചെയ്യുന്നതിന് തുല്യമാണെന്നും രാജിവെച്ച പ്രാദേശിക നേതാക്കൾ തന്നെ പറയുന്നുമുണ്ട്. തീരദേശ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ത്രികോണ മത്സരം ശക്തമായ ഈ വാർഡുകളിൽ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുന്നത് BJPക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്ന ആശങ്കയും ഇവർ പങ്കുവെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേവലം സ്ഥാനാർത്ഥി തർക്കം എന്നതിലുപരി കോൺഗ്രസിനുള്ളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരുകളുടെയും അധികാര വടംവലിയുടെയും മൂർത്തമായ പ്രതിഫലനമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ, വ്യക്തിപരമായ ലോബിയിങ്ങിൽ എന്നിവയെല്ലാം, അതായത് വ്യക്തിപരമായി ലോബി വെച്ച് തന്നെ പ്രവർത്തിക്കുക എന്നിവയെല്ലാം ചേർന്ന മാനദണ്ഡമാകുമ്പോൾ താഴെത്തട്ടിലുള്ള കമ്മിറ്റികളെയും അണികളെയും ശുപാർശകളെല്ലാം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ്. മണ്ഡലം MLAയുടെ ശക്തമായ ഇടപെടൽ കാരണം ബ്ലോക്ക് അതുപോലെ തന്നെ മണ്ഡലം തലങ്ങളിലെ പ്രസിഡന്റുമാരുടെയും കമ്മിറ്റികളുടെയും തീരുമാനങ്ങളെ പൂർണ്ണമായും മറികടന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെയാണ് രാജി എന്ന കടുത്ത തീരുമാനത്തിലേക്ക് കടന്നുവെന്ന് രാജിവെച്ച പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നുമുണ്ട്. ഈ പ്രതിഷേധം ഇവിടങ്ങളിൽ നിന്നും അവസാനിക്കില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. രാജിവെച്ച നേതാക്കൾ ഒരു സമാന്തര സമിതി രൂപീകരിക്കാനും ആസൂത്രണം ചെയ്യുന്നതായുള്ള വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ പോലും സജീവമായി നടന്നു വരികയാണ്. ഇത് UDF സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ സാരമായി ബാധിക്കുകയും വോട്ടുകൾ ഭിന്നിച്ച് പരാജയം ഉറപ്പാക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി രൂക്ഷമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതായത് DCC നേതൃത്വം തന്നെ കടുത്ത പ്രതിരോധത്തിലുമായിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ശക്തമായ ആവശ്യം ഇതോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഇതൊരു കൂട്ടരാജിയിലേക്ക് എത്തിയത് ഗൗരവമായി കാണേണ്ടതുമാണ്. ഒരു DCC നേതാവ് ഇത്തരത്തിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. രാജിവെച്ചവരെ അന്വയിപ്പിച്ച് എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ ശ്രമങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ നടന്നു വരുന്നത്.
മുതിർന്ന നേതാക്കൾ തന്നെ ഇവരുമായി നേരിട്ട് ചർച്ച നടത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകരായതുകൊണ്ട് തന്നെ അവർ തിരികെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും നേതൃത്വം പറയുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട പ്രശ്നം തിരുവനന്തപുരത്തെ UDF വിജയ സാധ്യതയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ടുകൾ തേടിയിട്ടുമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഏതെങ്കിലും നേതാക്കൾ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായി കണ്ടെത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള സമവായത്തിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം തന്നെ ഉറപ്പ് നൽകുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന് ഈ കൂട്ടരാജി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആഭ്യന്തര കലഹം വോട്ടെടുപ്പിനെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതകളും ഏറെയുണ്ടെന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. വിമതർ മത്സരിക്കുകയോ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയോ ചെയ്താൽ UDF വോട്ടുകൾ ഭിന്നിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അത് വസ്തുതയുമാണ്. പ്രാദേശിക തലത്തിൽ അണികളുടെ മനോവീര്യം തകരുന്ന പ്രചരണ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുകയും സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുകയും ചെയ്യുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി കോൺഗ്രസിനുള്ള ഈ തർക്കം BJPക്ക് തലസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ ഇടം നൽകാനും അപ്രതീക്ഷ വിജയങ്ങൾ നേടിക്കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. എപ്പോഴും കോൺഗ്രസിൽ എപ്പോഴെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രവണതകൾ രൂക്ഷമായി ഉണ്ടാകുന്നത് സജീവമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി കാലഘട്ടം നിൽക്കുമ്പോൾ രണ്ടാമതും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് വരികയും രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്ത ഈ സാഹചര്യം മൂന്നാമത് വീണ്ടും ഒരു അംഗത്തിനായി കോൺഗ്രസ് ഇറങ്ങുന്ന സെമി ഫൈനലായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പിനെ, അതും പ്രത്യേകിച്ച് കോർപ്പറേഷൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളെ വലിയ തരത്തിൽ പ്രസ്റ്റീജായി കാണുന്ന കോൺഗ്രസിന് ഇത് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കണം. കാരണം എപ്പോഴും കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടികൾ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ ചരട് വലി ഉണ്ടാകുന്നു, പാലം വലി ഉണ്ടാകുന്നു, പലപ്പോഴും കുതികാൽ വെട്ട് വരെ ഉണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസിൽ നിലനിൽക്കുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോഴിതാ വീണ്ടും തന്നിരിക്കുന്നത്. ഇത് കോർപ്പറേഷനിൽ മാത്രമല്ല, പല പഞ്ചായത്തുകളിലും പല നഗരസഭകളിലും ഇതാണ് സംഭവിക്കുന്നത്. ചിലയിടങ്ങളിൽ UDFമായി ധാരണയുള്ള സ്ഥലങ്ങൾ പോലും അവിടെയും തർക്കം നടക്കുന്നു. ചിലയിടങ്ങളിൽ മുസ്ലിം ലീഗിന് കൊടുത്ത സീറ്റിൻ്റെ പേരിൽ തർക്കം നടക്കുന്നു. പലയിടത്തും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഞാനാണ് സ്ഥാനാർത്ഥി, ഞാൻ മാത്രമാണ് സ്ഥാനാർത്ഥി, ഞാനല്ലാതെ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥി വരില്ല, അങ്ങനെ വന്നാൽ ഞാൻ വിമതനായി മത്സരിക്കുമെന്നുള്ള ഭീഷണി അടക്കം പല നഗരസഭകളിലും അതുപോലെ പഞ്ചായത്തുകളിലും വരെ നടക്കുന്ന സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ കേരളത്തിലുടനീളം പലയിടങ്ങളിലായി പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും എടുക്കുമ്പോൾ എല്ലായിടത്തും ഇതേ സാഹചര്യമാണ് നിൽക്കുന്നത്. ഈ സാഹചര്യം കൃത്യമായി മുതലെടുക്കാൻ BJPയും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ കോൺഗ്രസ് വോട്ട് ഭിന്നിച്ചാൽ അത് ഗുണം ചെയ്യുക BJPക്കാണെന്നുള്ള ഒരു കണക്കൂട്ടലാണ് BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി BJPയും അതുപോലെ ഏത് വിധേനയും മറ്റ് പഞ്ചായത്തുകൾ അടക്കം പിടിച്ചെടുക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വവും വലിയ തരത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഈ പ്രവണതകൾ, പ്രത്യേകിച്ച് രാജ്യഭീഷണി അതുപോലെ തന്നെ ഉണ്ടാകുന്ന വിമത ശബ്ദങ്ങളെല്ലാം വലിയ തരത്തിൽ അത് പാർട്ടിക്ക് ദോഷമുണ്ടാകുമെന്നുള്ള കണക്കൂട്ടൽ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും പ്രാദേശിക തലത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഉറപ്പായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്തു. അത് കോൺഗ്രസിന്റെ വിജയത്തെയും സാരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്. കാരണം കൃത്യമായി BJP അത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് BJPക്ക് വലിയ തരത്തിൽ ഗുണമാവുകയും പല പഞ്ചായത്തുകളും അതുപോലെ തന്നെ പല നഗരസഭകളും ഒരുപക്ഷെ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വലിയ തരത്തിൽ വോട്ടുകൾ സമാഹരിക്കാനും അതുപോലെ സീറ്റുകൾ നേടാനും സഹായമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.